അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരങ്ങളെ, സഹോദരികളെ, നമുക്കിനി പഠിക്കാനുള്ളത് സൂറത്തു തീനാണ്. അത്തി എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം. അത്തിമരം അല്ലെങ്കിൽ അത്തിപ്പഴം. അനേകം പ്രവാചകന്മാരുടെ ആവാസ കേന്ദ്രമായ ഫലസ്തീൻ പരിസരങ്ങളിൽ സുലഭമായി വളരുന്നതും ജനങ്ങൾ നട്ടുപിടിപ്പിച്ച് കൃഷി ചെയ്യുന്നതുമൊക്കെയായ മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ ഇണക്കവും പരിചയവുമുള്ള ഒരു കായ്ക്കനിയാണ് അത്തി. അതുപോലെ സെയ്ത്തൂൺ, ഒലീവ്. ഒരു 3-4 കാര്യങ്ങളെ കൊണ്ട് ഈ സൂറത്തിൽ അല്ലാഹു തആല സത്യം ചെയ്ത് ചില വിഷയങ്ങൾ പഠിപ്പിക്കുകയാണ്. നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വത്തീനി വസ്സൈത്തൂൻ വതൂരി സീനീന വഹാദൽ ബലദിൽ അമീൻ. 4 കാര്യങ്ങൾ കൊണ്ടാണ് ഇവിടെ അള്ളാഹു സത്യം ചെയ്യുന്നത്. സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളും ആ സത്യം ചെയ്യാൻ ഉപയോഗിച്ച വസ്തുക്കളോ അല്ലെങ്കിൽ സ്ഥലങ്ങളോ ഒക്കെ വിശുദ്ധമായിരിക്കും. അതിൽ കുറേ ജനങ്ങൾക്ക് ചിന്തിക്കാനുണ്ടായിരിക്കും. ഇവിടെ 4 കാര്യങ്ങൾ. വത്തീൻ, അത്തിവൃക്ഷം കൊണ്ട് തന്നെയാണ് സത്യം. വസ്സൈത്തൂൺ, ഒലീവ് മരം തന്നെയാണ് സത്യം. വതൂരി സീനീൻ, തൂരിസീന പർവ്വതം തന്നെയാണ് സത്യം. വഹാദൽ ബലദിൽ അമീൻ, ഈ വിശ്വസ്തമായ നാട് തന്നെയാണ് സത്യം. 4 കാര്യങ്ങൾ. എന്താണ് അല്ലാഹു തആല ഈ 4 കാര്യങ്ങളെ തന്നെ പ്രത്യേകം ഉപയോഗപ്പെടുത്തിയത് എന്ന് ചർച്ച ചെയ്യുമ്പോൾ ഖുർആൻ വ്യാഖ്യാതാക്കളെ പല നിലക്കും അതിനെ വ്യാഖ്യാനിച്ച് കാണാം. ഒത്തീൻ എന്ന് പറയുന്നത് നോഹ് നബി അലൈഹി സ്വലാമിൻ്റെ കപ്പൽ അവസാനമായി നങ്കൂരമിട്ട ജൂതി പർവ്വതത്തിലെ ഒരാരാധനാ കേന്ദ്രമാണെന്ന്, സെയ്ത്തൂൺ ബൈത്തുൽ മുഖദ്ദസ് എന്ന ആ പ്രവാചകന്മാരുടെ താവളമാണെന്ന്, തൂരിസീന പർവ്വതം മൂസാ നബി അലൈഹി സ്വലാമിക്ക് വഹി ലഭിച്ച കേന്ദ്രമാണ്, ഹാദൽ ബലദിൽ അമീൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ലഭിച്ച മക്കയാണ്. അങ്ങനെ അഭിപ്രായങ്ങളുണ്ട്. അതല്ല, തീനും സെയ്ത്തൂനും അത്തിവൃക്ഷവും ഒലീവ് മരവും ഒരുപാട് നബിമാരുടെ, ബനി ഇസ്രായേൽ സമൂഹത്തിലെ ഒരുപാട് നബിമാരുടെ ആവാസ കേന്ദ്രമാണ്, പ്രബോധന കേന്ദ്രമാണ്. ഒരുപാട് ചരിത്ര സംഭവ ബഹുലമായ സ്ഥലങ്ങളും അതുപോലെ സംഭവങ്ങളുമുണ്ടായ കേന്ദ്രമാണ്. അതുകൊണ്ടായിരിക്കണം എന്നൊക്കെ പറയുന്നു. ഏതായിരുന്നാലും അതിനൊന്നും കൃത്യമായ തെളിവുകളില്ല. നമുക്ക് ഖുർആനിൻ്റെ ഈ ബാഹ്യമായ അർത്ഥത്തിൽ കൂടി തന്നെ പോകാം. അത്തിവൃക്ഷം തന്നെയാണ് സത്യം, സെയ്ത്തൂൻ വൃക്ഷം തന്നെയാണ് സത്യം, അതുപോലെ തൂരിസീന പർവ്വതം തന്നെയാണ് സത്യം, വഹാദൽ ബലദിൽ അമീൻ. ഒന്ന് നമുക്ക് ഉറപ്പിക്കാം. അതായത് ഇസ്രായേൽ സമൂഹത്തിലെ പ്രവാചകന്മാരായ, പ്രമുഖ പ്രവാചകന്മാരായ മൂസാ അലൈഹിസ്സലാം, ഈസാ അലൈഹിസ്സലാം എന്നീ 2 നബിമാരുടെയും ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് അത്തിയും സെയ്ത്തൂണും. അവിടെയാണല്ലോ ഈസാ നബി അലൈഹിസ്സലാം ജനിച്ചത്. ബൈത്തുൽ മുഖദ്ദസ് ആ പ്രദേശത്താണ്. അതുപോലെ തൂരിസീന പർവ്വതം എന്ന് പറയുന്നത് മൂസാ നബി അലൈഹിസ്സലാമിന് വേദഗ്രന്ഥം കിട്ടിയ സ്ഥലമാണ്. അപ്പോൾ ഈസാ നബി ജനിച്ച അവിടെ തീനും സെയ്ത്തൂണും നിറഞ്ഞു നിൽക്കുന്ന കേന്ദ്രങ്ങളാണ്. തൂരിസീന മൂസാ നബി അലൈഹിസ്സലാമക്ക് വഹി ലഭിച്ച കേന്ദ്രമാണ്. അൽ ബലദുൽ അമീൻ എന്ന് പറയുന്ന നിർഭയമായ വിശ്വസ്ത രാജ്യം എന്ന് പറയുന്നത് മക്കയാണ്. അതിൽ ഖുർആൻ വ്യാഖ്യാതാക്കൾ 2 പക്ഷക്കാരല്ല. ഏതായിരുന്നാലും ഇവയൊക്കെ പിടിച്ച് സത്യം ചെയ്യുമ്പോൾ ഈ പ്രവാചകന്മാർ വന്ന കേന്ദ്രങ്ങൾ, അവരുടെ പ്രബോധനങ്ങൾ, അതുകൊണ്ടുണ്ടായ സമൂഹത്തിൻ്റെ വളർച്ച, അതുകൊണ്ടുണ്ടായ സമൂഹത്തിൻ്റെ തളർച്ച, പ്രവാചകന്മാരെ അവർ നേരിട്ട രീതി, നന്മയുടെയും തിന്മയുടെയും രീതി, ഇതൊക്കെ ചരിത്ര വസ്തുതകളാണ്. ഈ ചരിത്ര വസ്തുതകൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് അള്ളാഹു സത്യം ചെയ്യുന്നത്. എന്താണ് സത്യം ചെയ്യുന്നത്? ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. തീർച്ചയായും മനുഷ്യനെ നാം ഏറ്റവും നല്ല
ഘടനയോടുകൂടിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. തഖ്വീം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഈ സംവിധാനം, മനുഷ്യ സൃഷ്ടിയുടെ സംവിധാനം, മറ്റു സൃഷ്ടികൾക്കൊന്നുമില്ലാത്ത കോടാനുകോടി ജീവജാലങ്ങളിൽ മനുഷ്യന് മാത്രം പ്രത്യേകമായ വിശിഷ്ടമായ ഒരു സൃഷ്ടി സംവിധാനം അള്ളാഹു നൽകിയിട്ടുണ്ട് നമുക്ക്. അതാണ് അള്ളാഹു ലഖദ് ഖലഖനൽ ഇൻസാൻ, മനുഷ്യനെ നാം സൃഷ്ടിച്ചിട്ടുണ്ട് ഫി അഹ്സനി തഖ്വീം, ഏറ്റവും നല്ല സംവിധാനത്തോടുകൂടി ചിന്തിക്കാൻ, വളരാൻ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ, നാഗരികതകൾ കെട്ടിപ്പടുക്കാൻ, സമൂഹത്തിന് ഭൂമിക്ക് മാത്രം ഭൂമിയിലേക്ക് ഉപകാരപ്രദമായി ജീവിക്കാൻ എല്ലാം പറ്റുന്ന ഒരു സംവിധാനം അള്ളാഹു മനുഷ്യന് നൽകിയിട്ടുണ്ട്. ഇൻഷാ അള്ളാഹ് അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.